ഹലോ, ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ടോംകാറ്റ് സെർവറിന്റെ സാമ്പിൾ വർക്കിംഗ് വീഡിയോ ആണ്. ഇതിനായി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഡൈനാമിക് വെബ് പ്രൊജക്റ്റ് ആണ്. എക്ലിപ്സിൽ എങ്ങനെ സെർവർ ആഡ് ചെയ്യാമെന്ന് ടോംകാറ്റ് സെർവർ ആഡ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഡൗട്ട് ഉള്ളവർക്ക് അത് കാണാം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ടോംകാറ്റ് സെർവറിന്റെ സാമ്പിൾ ഒരു വർക്കിംഗ് വീഡിയോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു പുതിയൊരു ഡൈനാമിക് വെബ് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിന് ഫയലിൽ ന്യൂ കൊടുത്താൽ ഇവിടെ ഡൈനാമിക് വെബ് പ്രൊജക്റ്റ് ഉണ്ട്. അത് ആദ്യം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ വരുന്നതാണ്. ഇനിയിപ്പോൾ അങ്ങനെ വരാത്തവർക്ക് അതേഴ്സിൽ പോയാൽ വെബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ വെബ് എന്ന് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ താഴോട്ട് പോയാൽ വെബ് എന്ന് പറഞ്ഞ് കാണാം. അതിൽ ഡൈനാമിക് വെബ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യാം, നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രോജക്റ്റിന്റെ പേര് കൊടുക്കാം. അതിന് നമുക്ക് സാമ്പിൾ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡീഫോൾട്ട് ലൊക്കേഷൻ ഒക്കെ മാറ്റണമെങ്കിൽ ഒഴിവാക്കി ബ്രൗസ് ചെയ്ത് നമുക്ക് ലൊക്കേഷൻ മാറ്റാം. പിന്നെ ടാർഗറ്റ് റൺ ടൈം അതൊക്കെ ഡീഫോൾട്ട് ആണ്. ഈ മൊഡ്യൂൾ വേർഷനും ഡീഫോൾട്ട് ആയിട്ടുള്ളതാണ്. ബാക്കിയൊക്കെ ഏകദേശം ഡീഫോൾട്ട് തന്നെ. നെക്സ്റ്റ് കൊടുക്കാം. ഇതൊക്കെ ഡീഫോൾട്ട് ആയിട്ട് അതിൽ വരുന്ന ഫോൾഡേഴ്സ് ഒക്കെയാണ്. നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഈ ടിക്ക് ഇടാത്തവരുണ്ടെങ്കിൽ അത് ടിക്ക് ഇടുന്നത് നല്ലതായിരിക്കും. ഫിനിഷ് കൊടുക്കാം. അതിന് കുറച്ച് ടൈം എടുക്കും. അതിന് ഡൈനാമിക് വെബ് പ്രൊജക്റ്റിന് കുറച്ച് ഇൻസ്റ്റാളേഷൻ ഒക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇവിടെ സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രൊജക്റ്റിന്റെ ഫയൽസും ഫോൾഡേഴ്സും ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ സാമ്പിളായിട്ട് ചെയ്യുന്നത് SRCയിൽ മെയിനിൽ വെബ് ആപ്പിൻ്റെ അകത്താണ് നമുക്ക് വേണ്ട ഫയൽസുകളൊക്കെ ഉണ്ട്. web.xml ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ SRCയിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് അടിച്ച് ന്യൂവിൽ ഒരു HTML ഫയൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതേഴ്സിൽ പോയാൽ ഈ വെബിൽ തന്നെ HTML ഫയൽ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പിന്നെ CSS ഫയലിൽ JSP സർവ്ലെറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. സാമ്പിളായിട്ട് HTML ഫയൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഉദാഹരണം കാണിക്കുന്നത്. നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ നെയിം നമുക്ക് index.html കൊടുത്തു. HTML കൊടുക്കണമെന്നില്ല, ഇൻഡെക്സ് കൊടുത്താലും മതി. നെക്സ്റ്റ് കൊടുക്കാം. ഇതാണ് അതിൻ്റെ ഒരു റിവ്യൂ. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതൊക്കെ ഡീഫോൾട്ട് ആയിട്ടുള്ള സെലക്ട് ചെയ്യാം, ഫിനിഷ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ index.html ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് സാമ്പിൾ index.html. അപ്പോൾ ഇവിടെ നമ്മൾ ടോംകാറ്റ് സെർവർ വർക്കിംഗ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു ടാഗ് ക്രിയേറ്റ് ചെയ്തു. h1 എന്ന് പറഞ്ഞൊരു ടാഗ് ക്രിയേറ്റ് ചെയ്തു. അതിൽ വെൽക്കം എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ റൺ കൊടുക്കാം. എങ്ങനെയാണ് ചെയ്യാം? റൺ ആസ് റൺ ഓൺ സെർവർ കൊടുക്കാം. അങ്ങനെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഡീഫോൾട്ട് ആയിട്ട് സെലക്ട് ചെയ്ത് തന്നെ നെക്സ്റ്റ് കൊടുക്കാം. ഇത് നമ്മുടെ ഇപ്പം ക്രിയേറ്റ് ചെയ്ത സാമ്പിൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ വേറൊരു ഫയൽസുകളാണ്, അല്ല വേറെ പ്രൊജക്റ്റുകളാണ്. നമ്മൾ സാമ്പിൾ ഇവിടെ ഉണ്ട്. ഫിനിഷ് കൊടുക്കാം. ഓക്കെ, ഫിനിഷ് ചെയ്യുമ്പോൾ കൺസോളിൽ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. വർക്കിങ്ങിലാണ്, റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വെൽക്കം നമ്മൾ കൊടുത്തത് ടോംകാറ്റ് സെർവർ വഴി വർക്ക് ചെയ്തിട്ടുണ്ട്. HTTP ലോക്കൽ ഹോസ്റ്റ്, നമ്മുടെ ഫോൾട്ട് നെയിം, സാമ്പിൾ, നമ്മുടെ പ്രൊജക്റ്റ് index.html വർക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എക്ലിപ്സിൻ്റെ ഒരു ബ്രൗസറാണ്. ഇത് നമുക്ക് നമ്മുടെ ബ്രൗസറിലേക്ക് ക്രോമിലോ എഡ്ജിലോ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇതൊന്ന് കോപ്പി ചെയ്ത് ഇത് നമുക്കൊന്ന് ക്രോമിൽ ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം. വെൽക്കം എന്നുള്ള വന്നിട്ടുണ്ട്. വെൽക്കം ജസ്റ്റ് നമ്മൾ ലാസ്റ്റ് ഇതും കൂടെ ആഡ് ചെയ്ത് സേവ് ചെയ്തു. ഇവിടെ റിഫ്രഷ് ചെയ്താൽ ഓക്കെ വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ എഡിറ്റ് ചെയ്തതാണെങ്കിൽ ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്താൽ അത് അവിടെ മാറ്റം ചേഞ്ചസ് ആയിക്കോളും. പക്ഷെ കൂടുതലായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടോംകാറ്റ് സെർവർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. റീസ്റ്റാർട്ട് കൊടുത്തിട്ട് നോക്കാം, ഇവിടെ ഓക്കെ ആയിട്ടുണ്ടാവും. അപ്പം ഇതാണ് സാമ്പിളായിട്ട്
ടോംകാറ്റ് സെർവറിന്റെ വർക്കിംഗ് ആയോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു.